ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയെ നമ്മൾ എപ്പോഴെങ്കിലും ദൂരെ നിന്ന് നോക്കി നിന്നിട്ടുണ്ടോ? അതിന്റെ പ്രയാണത്തിനിടയിലേക്ക് ഒരു വലിയ പാറക്കല്ല് വന്ന് വീണാൽ പുഴ അവിടെ ഒഴുക്ക് നിർത്തി കരയാൻ നിൽക്കാറില്ല. ആ പാറയുടെ വശങ്ങളിലൂടെ ഒഴുക്കിന്റെ വേഗതയൊന്നു മാറ്റിപ്പിടിച്ച് പുതിയൊരു വഴി വെട്ടിത്തുറന്ന് അത് മുന്നോട്ട് തന്നെ കുതിക്കും. മനുഷ്യന്റെ ജീവിതവും ഇതുപോലെ തന്നെയായിരിക്കണം. സാഹചര്യങ്ങൾ നമ്മെ എവിടെ കൊണ്ടുചെന്നെത്തിച്ചാലും ഏത് അവസ്ഥയിലാണോ നമ്മൾ അകപ്പെടുന്നത് അതിനോട് പൊരുത്തപ്പെടാനും ആ രൂപത്തിലേക്ക് മാറാനും നമുക്ക് കഴിയണം. നമ്മുടെ ഉള്ളിലെ ശാന്തതയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം തുടങ്ങുന്നത്. ഉള്ളിൽ ഒരു കടലിരമ്പുമ്പോൾ പോലും പുറമേക്ക് ശാന്തമായിരിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കലയാണ്. പക്ഷേ ഈ ശാന്തതയ്ക്കുള്ളിൽ ഒരു ചെറിയ തീപ്പൊരി നമ്മൾ എപ്പോഴും കാത്തുസൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ ലക്ഷ്യബോധം അഥവാ ആഗ്രഹം എന്ന് വിളിക്കുന്നത്. ഒരു ലക്ഷ്യവുമില്ലാതെ നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ വെറുതെ ജീവിച്ചു തീർക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ജീവിതത്തിൽ സ്വന്തമായി ഒരു ഇടം കണ്ടെത്തണം എന്ന ആഗ്രഹം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ആഴത്തിലുണ്ടായിരിക്കണം. അത് കേവലം ഒരു സ്വപ്നം മാത്രമായി ഒടുങ്ങിപ്പോകരുത്. ആ സ്വപ്നത്തിന് പിന്നാലെ ഏതറ്റം വരെയും സഞ്ചരിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഭയത്തെ അത് നിങ്ങളെ തേടി വരുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാക്കുക എന്ന് ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഈ ഒരു ധൈര്യം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്ന്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നിങ്ങളുടെ ചുറ്റുപാടുകൾ എത്ര മോശമാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലിപ്പമാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണാൻ മടിക്കുന്നവർക്ക് ഈ ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല. ചുറ്റുമുള്ളവർ എന്തു പറയും എന്ന് വിചാരിച്ച് സ്വന്തം ആഗ്രഹങ്ങളെ കുഴിച്ചുമൂടുന്നവർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങൾ പരാജയപ്പെടുമ്പോൾ കൂടെ നിൽക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം വഴികൾ സ്വയം വെട്ടിത്തുറക്കാൻ പഠിക്കുക. അറിവാണ് ഈ ലോകത്തിൽ നമുക്ക് കൈമുതലായുള്ള ഏറ്റവും വലിയ ആയുധം. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ അത് മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കാതെ അറിവില്ലായ്മയിൽ തന്നെ തുടരുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിനായി നമ്മളെ തന്നെ നിരന്തരം പാകപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാളെ എത്ര വലിയ ജനക്കൂട്ടത്തിനു മുൻപിലാണെങ്കിലും ഏത് കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഭയമില്ലാതെ നെഞ്ചുവിരിച്ചു നിൽക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അറിവും അതിനായുള്ള തയ്യാറെടുപ്പുകളുമാണ്. ഒരു സാധാരണക്കാരനും അസാധാരണക്കാരനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അസാധാരണക്കാരായ മനുഷ്യർ ഏത് ചെറിയ കാര്യത്തിനു മുൻപും കൃത്യമായൊരു മുന്നൊരുക്കം നടത്താറുണ്ട്. നമ്മളൊരു അഭിമുഖത്തിന് പോവുകയാണെങ്കിലോ അതോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ചുവടുവെക്കുകയാണെങ്കിലോ നമ്മൾ അതിനായി എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിന്റെ വിജയമിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മൾ നൽകുന്ന ആ ഒരു പ്രാധാന്യമാണ് നമ്മളെ ജനക്കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും ഈ ഒരു കൃത്യതയും സത്യസന്ധതയും വളരെ അനിവാര്യമായ ഒന്നാണ്. അത് നല്ലൊരു സൗഹൃദമാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, തീവ്രമായ പ്രണയമാകട്ടെ, അവിടെയെല്ലാം കാപട്യമില്ലാത്ത സുതാര്യമായ ഒരു മനസ്സ് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് പലരും ബന്ധങ്ങൾ വെറുതെ നിലനിർത്താൻ വേണ്ടി മാത്രം ഉള്ളിലൊന്നു വെച്ച് പുറമേ മറ്റൊന്ന് സംസാരിച്ച് നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പലരും സ്വന്തം വികാരങ്ങളെയും സങ്കടങ്ങളെയും ഉള്ളിൽ ഒതുക്കിവെക്കുന്നു. എന്നാൽ സത്യസന്ധതയുടെ അടിത്തറയില്ലാത്ത ഒരു ബന്ധവും അധികകാലം മുന്നോട്ടു പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരാളോട് നമുക്കെന്തെങ്കിലും വിയോജിപ്പിന്റെ വികാരങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരുടെ മുഖത്തു നോക്കി നേരെ പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. നീ ചെയ്തത് തെറ്റാണ് എന്ന് ഉറക്കെ തുറന്നു പറയാൻ കഴിയുന്നിടത്താണ് ആത്മാർത്ഥതയുള്ള ഒരു നല്ല ബന്ധം രൂപപ്പെടുന്നത്. സ്വന്തം ആത്മാഭിമാനവും വ്യക്തിത്വവും പണയം വെച്ചുകൊണ്ട് നമ്മൾ ആരുടെയും കൂടെ ജീവിക്കേണ്ടതില്ല. നമ്മുടെ ഈ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്നതെന്താണ്? നമ്മൾ നടന്നു തീർത്ത കഠിനമായ വഴികളോ അതോ നമ്മൾ തോറ്റുപോയ പരാജയങ്ങളോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഇന്നലെ ആരായിരുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് നാളത്തെ ദിവസങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നത്. പല മനുഷ്യരും ഭൂതകാലത്തിലെ തെറ്റുകളെയും നഷ്ടങ്ങളെയും ഓർത്ത് ആയുസ് മുഴുവൻ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ്. കഴിഞ്ഞുപോയ കാലത്തെ മാറ്റിമറിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. എന്നാൽ ആ തെറ്റുകളിൽ നിന്നും ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു മനുഷ്യനായി മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിക്കും. കാരണം ചെയ്ത തെറ്റ് തന്നെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം വേറെയില്ല. ജീവിതത്തിൽ വലിയ റിസ്കുകൾ എടുക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്.
സുരക്ഷിതമായ ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ സാധാരണ ജീവിതം നയിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ സ്വന്തം പേര് അടയാളപ്പെടുത്താൻ അവർക്കൊരിക്കലും കഴിയില്ല. മാറ്റങ്ങളെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനും ഇവിടെ പരിണാമമുണ്ടാകില്ല. പുതിയ വഴികളിലൂടെയും അപരിചിതമായ പാതകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ മാത്രമേ പുതിയ അനുഭവങ്ങളും വിജയങ്ങളും നമ്മളെ തേടിയെത്തുകയുള്ളൂ. പരാജയങ്ങളെ ഭയന്ന് ഒരിടത്തു തന്നെ നിശ്ചലമായി നിൽക്കുന്നവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ശവത്തിന് തുല്യനാണ്. തോൽവി എന്നത് ഒരിക്കലും ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ചത് മഹാവിജയങ്ങളിലേക്കുള്ള ഒരു വഴിത്തിരിവ് മാത്രമാണ്. നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും ചേർത്തുപിടിക്കുന്നവരും നമ്മുടെ കൂടെയുള്ളപ്പോൾ ഈ പരാജയങ്ങൾ ഒരു ഭാരമേയല്ല. ഒരു യഥാർത്ഥ വഴികാട്ടി എപ്പോഴും നമ്മളെ പരാജയങ്ങളുടെ ആഴങ്ങളിലേക്ക് വീഴാതെ താങ്ങി നിർത്തും. ഇനി നമ്മൾ തോറ്റുപോയേക്കാം എന്ന് തോന്നുമ്പോൾ നെഞ്ചോട് ചേർത്ത് കൈപിടിച്ചുയർത്താൻ ആത്മാർത്ഥതയുള്ള ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ധൈര്യം ചെറുതല്ല. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളെ ഭയന്ന് മറച്ചുവെക്കാതെ എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയാനുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടത്. ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന് കരുതി തലയിൽ കൈവച്ച് നിരാശപ്പെടാതെ ഈയൊരു പരാജയത്തിൽ നിന്നും ഈ തെറ്റിൽ നിന്നും എനിക്ക് എന്താണ് പഠിക്കാൻ കഴിഞ്ഞത് എന്ന് സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത്. വരും ദിവസങ്ങളിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും അതിനെയെല്ലാം ധീരമായി നേരിടാനുള്ള മനക്കരുത്ത് നമ്മൾ നേടിയെടുക്കണം എന്ന്. പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുന്നത് ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ പഠിക്കണം. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിന്റെ അനന്തരഫലങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നേരിടാനും നമ്മൾ എപ്പോഴും തയ്യാറാകണം. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മൾ ആരാണെന്ന് സ്വയം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ. ഓരോ ദിവസവും നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ, ഇന്നത്തെ ഞാൻ ആയിരിക്കില്ല നാളത്തെ ഞാൻ. ഈ ഒരു മാറ്റം തികച്ചും സ്വാഭാവികമാണ്. മനുഷ്യൻ എന്നത് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. കാലം വരുത്തുന്ന ആ മാറ്റത്തെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. മാറ്റങ്ങളെ ഭയപ്പെടാതെ പുതിയ അറിവുകളെയും ഉദാത്തമായ ചിന്തകളെയും സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണ മനുഷ്യനായി മാറുന്നത്. ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന അനാവശ്യമായ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടാറുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകൾക്കോ കാഴ്ചപ്പാടുകൾക്കോ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കൺമുന്നിൽ കാണുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്: ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരും തമ്മിലുള്ള അനാവശ്യമായ മത്സരങ്ങൾ. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലാണ് ഇത്തരം മത്സരങ്ങളും അസൂയയും കൂടുതലെന്നൊരു തെറ്റായ പൊതുധാരണ ആളുകൾക്കിടയിൽ പരക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്താണെന്ന് നമ്മളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് മുന്നിലുള്ള അവസരങ്ങളുടെ വലിയ കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. വളരെ ചെറിയൊരിടത്തിലേക്ക് ഒട്ടനവധി മനുഷ്യർക്ക് മത്സരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ പരസ്പരം തള്ളിമാറ്റലുകളും അസ്വാരസ്യങ്ങളും രൂപപ്പെടും. ഇത് സ്ത്രീകളുടെ മാത്രം കുറ്റമല്ല, മറിച്ച് അവർക്ക് ഈ സമൂഹം നൽകുന്ന സാഹചര്യങ്ങളുടെ പരിമിതിയാണ്. ഈയൊരവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം: മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി മുന്നേറുന്നതിലല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയമിരിക്കുന്നത്, മറിച്ച് കൂടെയുള്ളവരെ കൂടി നെഞ്ചോട് ചേർത്ത് കൈപിടിച്ചുയർത്തുന്നതിലാണ്. ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ മറ്റൊരാൾ തോറ്റുതൊപ്പിയണിയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് വിജയിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സാഹചര്യം നമ്മൾ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കണം. ഈ ലോകത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും തുല്യമായ നീതിയും പ്രാതിനിധ്യവും ലഭിക്കേണ്ടതുണ്ട്. കാരണം അധികാരമെന്നത് ചിലരുടെ മാത്രം കുത്തകയല്ല. സ്ത്രീകൾ ഉയർന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നുവരുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ കരുണയുള്ളതും മനോഹരവുമാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് പരസ്പരം കാലുവാരുന്നതിനു പകരം പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ വിജയിക്കുമ്പോൾ എന്റെ കൂടെയുള്ളവരും ഒപ്പം വിജയിക്കണം എന്ന വിശാലമായ ചിന്തയാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സ്വന്തമായ സാമ്പത്തിക സ്വാതന്ത്ര്യം. ചെറുപ്പകാലം മുതൽക്കേ നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, നമ്മൾ ആഴത്തിൽ പഠിപ്പിക്കേണ്ട ഒരു വലിയ പാഠമാണിത്.
നിങ്ങളുടെ അച്ഛൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും, നിങ്ങളുടെ ഭർത്താവ് അത്രമേൽ സമ്പന്നനാണെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങളെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആളാണെങ്കിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി മറ്റൊരാളുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ പഠിക്കുക എന്നത് കേവലം ഒരു ആഡംബരമല്ല, മറിച്ച് അത് ജീവിക്കാൻ അനിവാര്യമായൊരു കാര്യമാണ്. പണം മാത്രമാണ് ഈ ലോകത്തിലെല്ലാം എന്ന് പറയുന്നില്ല. എന്നാൽ പണമില്ലാതെ ഈ ഭൂമിയിൽ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയില്ല എന്നതും ഒരു കഠിനമായ യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്കായി നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവിടെ പണയം വയ്ക്കപ്പെടുന്നത്. സ്വന്തമായി ചോരനീരാക്കി അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രൂപയ്ക്ക് മറ്റെന്തിനേക്കാളും വലിയ മൂല്യമുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ല. അതുകൊണ്ട് പഠിക്കുന്ന കാലം മുതൽക്കേ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാം, എങ്ങനെ സ്വയം പര്യാപ്തരാകാം എന്ന് ഗൗരവമായി ചിന്തിക്കുക. വളരെ ചെറിയ ജോലികളാണെങ്കിൽ പോലും അത് ചെയ്ത് വരുമാനം കണ്ടെത്താൻ മടി കാണിക്കരുത്. കാരണം സത്യസന്ധമായ അധ്വാനത്തിന് ഈ ലോകത്ത് ഒരു നാണക്കേടുമില്ല. സ്വന്തമായി നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ബഹുമാനവും അംഗീകാരവും എപ്പോഴും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ വിലപ്പെട്ട ജീവിതത്തിന്റെ നിയന്ത്രണം എപ്പോഴും നിങ്ങളുടെ സ്വന്തം കൈകളിൽ തന്നെയായിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ ഈ നീണ്ട യാത്രയിൽ പലവിധത്തിലുള്ള മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചിലർ നമ്മളെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കും, മറ്റു ചിലർ എന്തിനും ഏതിനും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചാണക്യന്റെ മഹത്തായ തത്വങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ അനാവശ്യമായി പുകഴ്ത്തി സംസാരിക്കുന്ന മനുഷ്യരെ എപ്പോഴും ദൂരെ നിന്ന് തന്നെ സൂക്ഷിക്കണം എന്നാണ്. കാരണം അവർ പലപ്പോഴും അവരുടെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മളെ വാക്കുകൾ കൊണ്ട് വാനോളം ഉയർത്തുന്നത്. എന്നാൽ നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ശത്രുക്കളായി കാണരുത്. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അതുപോലെ തന്നെ നിശബ്ദതയുടെ വലിയൊരു ശക്തിയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ കൺമുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറുപടി നൽകേണ്ട ആവശ്യമില്ല. ചില കഠിനമായ സാഹചര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ആഴത്തിലുള്ള നിശബ്ദതയാണ് എതിരാളികൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. സംസാരിക്കുമ്പോൾ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. കാരണം ഒരിക്കൽ നമ്മുടെ നാവിൽ നിന്ന് വീണുപോയ വാക്ക് എത്ര ശ്രമിച്ചാലും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല. അഹങ്കാരം എന്നത് മനുഷ്യന്റെ ജീവിതത്തെ പാടെ നശിപ്പിച്ചു കളയുന്ന ഒരു വലിയ വിപത്താണ്. നാളെ നമ്മൾ എത്ര വലിയ ഉന്നത നിലയിൽ എത്തിച്ചേർന്നാലും നമ്മൾ നടന്നുപോന്ന പഴയ കഠിനമായ വഴികളെ ഒരിക്കലും മറന്നുപോകരുത്. എളിമ എന്നത് ഒരു മനുഷ്യന് അണിയാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഭരണമാണ്. ജീവിതത്തിൽ പലവിധത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒട്ടും തളർന്നു പോകാതെ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് മനസ്സിലാക്കി വീണ്ടും പുതിയൊരു ഊർജത്തോടെ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ വീണുപോകുന്നതല്ല പരാജയം, മറിച്ച് വീണിടത്തു തന്നെ എഴുന്നേൽക്കാൻ മനസ്സില്ലാതെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. നമ്മൾ നേരിടുന്ന ഓരോ ചെറിയ വീഴ്ചകളും അടുത്ത വലിയൊരു കുതിച്ചുചാട്ടത്തിന് മുൻപുള്ള ശക്തമായ തയ്യാറെടുപ്പുകൾ മാത്രമാണ്. അവസാനമായി ഒരു കാര്യം നമ്മൾ എപ്പോഴും ഉള്ളിലോർക്കുക: ഈ മനോഹരമായ ജീവിതം നിങ്ങളുടേതു മാത്രമാണ്. ഈ ജീവിത വഴിയിൽ സന്തോഷത്തോടെ ജീവിക്കണോ അതോ സങ്കടക്കടലിൽ മുങ്ങിത്താഴണോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം സ്വന്തം ആയുസ് വെറുതെ ജീവിച്ചു തീർക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പ്രത്യാശയുടെ ഒരു ചെറിയ പ്രകാശം കാത്തുസൂക്ഷിക്കുക. പ്രതിസന്ധികളുടെയും തകർച്ചകളുടെയും ഇരുട്ട് എത്ര കനത്തതാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ വെളിച്ചത്തിന് ആ ഇരുട്ടിനെയെല്ലാം ഭേദിക്കാൻ കഴിയും. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒട്ടും മടിക്കരുത്. ആ സ്വപ്നങ്ങൾക്ക് പുറകെ ധൈര്യത്തോടെ സഞ്ചരിക്കാൻ ഭയപ്പെടുകയും അരുത്. കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളെയെല്ലാം മുഖത്തൊരു പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുക. സ്വന്തം വ്യക്തിത്വത്തിലും ഉള്ളിലെ കഴിവിനും മേൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഈ വലിയ ലോകത്ത് നിങ്ങൾക്കായി മാത്രം മാറ്റിവെച്ച വലിയൊരു ഇടം കാത്തിരിപ്പുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഘട്ടത്തിലും തോറ്റുകൊടുക്കില്ല എന്ന ഉറച്ച നിശ്ചയദാർഢ്യമാണ് ഒരു മനുഷ്യനെ പ്രതിസന്ധികളിൽ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു കരുത്തോടെ, നെഞ്ചുറപ്പോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. വിജയം നിങ്ങളെ തേടി വരും, തീർച്ച.